إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا إنها تذكرة فمن شاء ذكر في صحف مكرمة مرفوعة مطهرة بأيدي سفرة كراما بررة. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ബോധിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആ ബാധ്യത കൃത്യമായി നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതയാത്രക്കിടയിലെ വീഴ്ചകൾ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വിശുദ്ധ റമളാൻ പിന്നിട്ടതിന് ശേഷം നാം നമ്മുടെ സ്വന്തത്തോട് തന്നെ ചോദിക്കേണ്ട ഒരു വിലയിരുത്തലെന്നോണം നാം നടത്തേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റമളാൻ എന്നുള്ളത് ഖുർആനിന്റെ മാസമായിട്ട് നാം പറയാറുണ്ട്. ഖുർആനുമായിട്ട് നാം ധാരാളം ഇടപെട്ട, ഖുർആൻ അധികമായിട്ട് ഓതിയ ഒരു സമയമായിരുന്നു വിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങൾ എന്നുള്ളത്. ഖുർആനെ നമ്മൾ ഒന്നിലധികം തവണ ഖത്തം തീർക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ആളുകളാണ് നാം ഓരോരുത്തരും. ഇങ്ങനെ ഖുർആന് വേണ്ടി നാം ധാരാളം സമയം റമളാന്റെ ദിനരാത്രങ്ങളിൽ നാം മാറ്റിവെച്ചിരുന്നു, അതിനു വേണ്ടിയിട്ട് നാം ചിലവഴിച്ചിരുന്നു. റമളാൻ പിന്നിട്ടതിന് ശേഷം ഒരു 1-2 ആഴ്ചകൾക്ക് ഇപ്പുറം
നാം നമ്മുടെ ഖുർആനുമായിട്ടുള്ള ബന്ധത്തെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. റമളാനിൽ മാത്രം നാം വെച്ചു പുലർത്തേണ്ട ഒരു ആത്മബന്ധമാണോ അള്ളാഹുവിന്റെ കിതാബുമായിട്ട്, അള്ളാഹുവിന്റെ കലാമുമായിട്ട് നമുക്കുള്ളത് എന്ന് നാം ഒന്ന് ആത്മവിചിന്തനം നടത്തേണ്ട വലിയൊരു ചോദ്യചിഹ്നമാണ്. വിശുദ്ധ റമളാൻ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയെങ്കിലും ഖുർആൻ നമ്മുടെ കൂടെ തന്നെ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കൈകളിലെല്ലാം വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ ഉള്ള ആളുകളാണ്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം എന്ന നിലക്ക് അള്ളാഹുവോട് ശുക്ർ ചെയ്യാൻ, അള്ളാഹുവോട് ഹംദ് ചെയ്യാൻ ഏറെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രമായിരുന്നു റമളാനിന്റെ ദിനരാത്രങ്ങൾ എന്നുള്ളത്. അങ്ങനെ ആ ശുക്രിനും ഹംദിനും ആ ഓർക്കലിനുമൊക്കെ വേണ്ടി നാം തഖ്വയുള്ള മനുഷ്യരായി തീരുന്നതിനു വേണ്ടി നാം ഓരോരുത്തരും റമളാനിന്റെ ദിനരാത്രങ്ങളിൽ നാം നോമ്പ് അനുഷ്ഠിക്കുകയുണ്ടായി. ഇപ്പറഞ്ഞ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജീവിത രീതിയും ശൈലിയുമല്ല റമളാൻ കഴിയുന്നതോടുകൂടി വിട്ടെറിഞ്ഞു പോകുന്ന ഖുർആനുമായിട്ടുള്ള ബന്ധം എന്നുള്ളത്. റമളാനിന് ശേഷം ഖുർആൻ മൊത്തത്തിൽ മാറ്റി നിർത്തുന്ന പ്രകൃതക്കാരല്ല സത്യവിശ്വാസികൾ എന്നുള്ളത്. അങ്ങനെ മാറ്റി നിർത്തേണ്ട, അകറ്റി നിർത്തേണ്ട ഒന്നല്ല അള്ളാഹുവിന്റെ കിതാബ്, അള്ളാഹുവിന്റെ കലാം എന്നുള്ളത്. റബ്ബുമായിട്ടുള്ള ബന്ധം നമുക്ക് കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി, ആ ഒരു ബന്ധത്തെ ഊഷ്മളമാക്കുന്നതിന് വേണ്ടി നാം നിരന്തരം ജീവിതകാലം അത്രയും നാം തുടരേണ്ട, നാം അനുഭവിക്കേണ്ട ഒന്നാണ് ഖുർആനുമായിട്ടുള്ള ബന്ധം എന്നുള്ളത്. ഈ റബ്ബുമായിട്ടുള്ള ബന്ധത്തെ നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് അവന്റെ കലാമുമായിട്ടുള്ള ബന്ധം നാം എത്രത്തോളം ഊട്ടിയുറപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. റമളാനിന് ശേഷം ഓരോ ദിനരാത്രങ്ങളിലും നാം എത്രത്തോളം ഖുർആനുമായിട്ട് നാം ഇടപഴകിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആനു വേണ്ടി നാം സമയം ചെലവഴിച്ച ആളുകളായ നാം ഓരോരുത്തരും നിലവിലെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ എത്രത്തോളം കഴിഞ്ഞ 2-3 ദിവസത്തെ ഒരു അവസ്ഥ നാം പരിശോധിക്കുക. എത്രത്തോളം നമുക്ക് ആ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കാൻ, തുടരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ, അള്ളാഹുവിന്റെ കലാമിനെ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം ചേർത്തു വെക്കാൻ സാധിക്കുന്നുണ്ട്, ആ ചേർത്തുവെക്കലിന്റെ പ്രാധാന്യം അനുസരിച്ച് തന്നെയാണ് നാളെ റബ്ബിന്റെ അടുക്കൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതം എടുത്ത് പരിശോധിക്കുക. ഓരോ ആഴ്ചകളിലും നാം വെള്ളിയാഴ്ചകളിൽ സൂറത്ത് കഹ്ഫ് പാരായണം ചെയ്യാറുണ്ട്. ഏറെ പുണ്യമാക്കപ്പെട്ട ഒന്നാണത്. അങ്ങനെ വെള്ളിയാഴ്ചകളിലെ കഹ്ഫ് പാരായണത്തിൽ മാത്രം ഒതുങ്ങുന്ന ബന്ധമാണോ നമുക്ക് ഖുർആനുമായിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഇങ്ങനെ റമളാനിലും വെള്ളിയാഴ്ചകളിലെ കഹ്ഫ് പാരായണത്തിലും മാത്രം ഒതുങ്ങുന്ന ഒരു ബന്ധവുമായിട്ടാണോ ഖുർആനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് നാം ഒന്ന് നമ്മുടെ സ്വന്തത്തോട് തന്നെ ചോദിച്ച് ഒന്ന് കൃത്യപ്പെടുത്തേണ്ട വലിയൊരു ചോദ്യചിഹ്നമാണ്. നമ്മൾ നിരന്തരം പിന്തുടരേണ്ട, നമ്മുടെ ജീവിതകാലം അത്രയും ജീവിത വെളിച്ചമായിട്ട്, മാർഗരേഖയായിട്ട്, നമ്മുടെ മാപ്പായിട്ട്, ജീവിത വഴി മേഖലയിലെ നമുക്ക് എത്തിപ്പെടേണ്ട മേഖലകളെ ചിട്ടപ്പെടുത്തി തരുന്ന, അതിനെ കൃത്യപ്പെടുത്തി തരുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളായിക്കൊണ്ട് നമുക്ക് ഖുർആനെ ചേർത്ത് പിടിക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. അത് ജീവിതരേഖ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഓരോ ഇടപാടിലും, ഓരോ സന്ദർഭങ്ങളിലും
അതെത്രത്തോളം കാര്യക്ഷമതയോടുകൂടി നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ ഏത് ബന്ധമായാലും നമ്മുടെ ജീവിതയാത്രക്കിടയിൽ നാം ഇടപെടുന്ന അനേകം ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളിലൊക്കെ ഖുർആനിക വായനകൾ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഖുർആന്റെ ഖിറാഅത്തിനെ, അതിന്റെ തിലാവത്തിനെ, അതിന്റെ തദബ്ബുറിനെ, അതിന്റെ തഫക്കുഹിനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. കേവല പാരായണത്തിനപ്പുറം നമുക്കത് ആഴത്തിൽ പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതാണ് വിശ്വാസി സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയും വിശുദ്ധ ഖുർആനും ആവശ്യപ്പെടുന്നത്. ഖുർആൻ നിങ്ങൾ നിരന്തരം തിലാവത്ത് നടത്തണം. അങ്ങനെ നിരന്തരമായ തിലാവത്തിലൂടെ നിങ്ങൾക്ക് തദബ്ബുർ നടത്താനും അതിനെ തഫക്കുഹ് നടത്താനും സാധിക്കുമെന്നുള്ളതാണ്. നമ്മളൊരു കാര്യം അത് തുടരെ ചെയ്യുമ്പോൾ, അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അതിലേക്ക് നമുക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുക. ഇത് തന്നെയാണ് ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. നിരന്തരമുള്ള തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു പാരായണവും ആ ഒരു തിലാവത്തുമാണ് ഖുർആനുമായിട്ട് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നതും അതിന്റെ ആഴത്തിലേക്ക് നമ്മളെ ഇറങ്ങിച്ചെല്ലാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതും എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതം, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഖുർആൻ എത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഒന്ന് ആലോചിക്കേണ്ട ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. ഇതോടൊപ്പം ജീവിതം എത്രത്തോളം ഉഷാറാക്കാൻ, അതിനെ അപ് ടു ഡേറ്റ് ചെയ്യാൻ, ഖുർആനികമായിട്ട് അപ് ടു ഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കാലഘട്ടം, ആധുനിക കാലഘട്ടം ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപ്ഡേറ്റിനപ്പുറം നമുക്ക് എത്രത്തോളം ഖുർആനികമായിട്ട് അപ്ഡേറ്റ് ആവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ ഖുതുബയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ ഇന്ത്യൻ സാമൂഹിക സാഹചര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധിയൊക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് അള്ളാഹുവിന്റെ കലാമിനെ കൃത്യമായിട്ടുള്ള വായനയിലൂടെ, അതിന്റെ പഠനത്തിലൂടെയാണ് നമുക്ക് അതിന്റെ യഥാർത്ഥ വഴിയെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുക. മനുഷ്യ സഹജമായിട്ട് നമ്മൾ പല വ്യത്യസ്ത വഴികളിലേക്കും കയറി ചെല്ലാൻ സാധ്യതയുണ്ട്. മനുഷ്യ പ്രകൃതമാണ് ഇത്. മനുഷ്യ മനസ്സിനെ അത് മോശമായ വഴിയിലേക്കും മ്ലേച്ഛമായ വഴിയിലേക്കും ഒക്കെ ചെന്നു ചാടിക്കാനും സാധ്യതയുണ്ട്. ഈ സാധ്യതകളെ നമുക്ക് മറികടക്കാൻ സാധിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് ഖുർആനിന്റെ കൃത്യമായ വായനയിലൂടെയാണ്. ഖുർആൻ നമ്മൾ കൃത്യമായിട്ട് വായിക്കുമ്പോൾ, അതിനെ തുടർച്ചയായി നമ്മൾ തദബ്ബുർ ചെയ്യുമ്പോൾ, നമ്മൾ ഹദീസിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും. അതിന്റെ വിശദീകരണത്തിലേക്ക്, അതിന്റെ തഫ്സീറിലേക്ക് നാം ഇറങ്ങിച്ചെല്ലും. ഇങ്ങനെ ആഴത്തിലുള്ള പഠനത്തിലൂടെയാണ് നമുക്ക് പുതിയ വാതായനങ്ങൾ തുറക്കാൻ, പുതിയ കാര്യങ്ങളിലേക്ക് കയറി ചെല്ലാൻ സാധിക്കുക. ഇത് നിരന്തരമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ പറഞ്ഞു വരുമ്പോ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ സെറ്റ് ചെയ്യുന്നതിൽ, അതിനെ കൃത്യപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ഖുർആനിന്റെ പഠനം തന്നെയാണെന്നുള്ളതാണ്. ഖുർആനികമായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കേണ്ടതിന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം വളരെ കളർഫുൾ ആയിരിക്കും, വളരെ സുന്ദരമായിരിക്കും. അഥവാ നിരന്തരം ഖുർആനുമായിട്ട് അവൻ ബന്ധപ്പെടുന്നു. അതിന്റെ വാതായനങ്ങൾ, പുതിയ വാതായനങ്ങൾ അവൻ ഖുർആനികമായിട്ട് തുറക്കുന്നു. അവന്റെ കുടുംബത്തിൽ ഖുർആനിന്റെ ഒരു പരിമളം പടരുന്നു. ഇങ്ങനെ ജീവിതം മൊത്തം കളർഫുൾ ആക്കി തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത് ഞാൻ വെറുതെ പറയുന്ന വാക്കുകളല്ല, മറിച്ച് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്നുള്ളത് ഇമാമാണെന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അവന്റെ ജീവിതയാത്രയിൽ അവന്റെ ഇമാമാണ്. അൽ ഖുർആനു ഇമാമി. മൻ ഇമാമുക എന്ന് ചോദിക്കുമ്പോ അൽ ഖുർആനു ഇമാമി എന്ന് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ, നിരന്തരമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ്. നമ്മളെ മയ്യത്ത് കബറടക്കുന്ന സമയത്ത് ഉസ്താദ് ഇങ്ങനെ ഓതി തരും, മൻ റബ്ബുക അമൻ നബിയുക എന്ന്. അങ്ങനെ മൻ ഇമാമി എന്ന് ചോദിക്കുന്ന, നാളെ ബർസഖി ജീവിതത്തിൽ ചെന്നെത്തുന്ന സമയത്ത് ചോദ്യപ്പെടുന്ന ചോദ്യങ്ങളെ പറ്റി പറഞ്ഞു തരുന്ന, അത് അഥവാ നമ്മൾ നാളെ ബർസഖി ജീവിതത്തിലേക്ക് ചെന്നെത്തുന്ന സമയത്ത് നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളെ പറ്റിയിട്ട് ഉസ്താദ് പറയാറുണ്ട് കബറടക്കത്തിന്റെ സമയത്ത്. അത് അങ്ങനെ കബറടക്കത്തിന്റെ സമയത്ത് കേൾക്കുന്നതിനപ്പുറം, അങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരാളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനപ്പുറം നമുക്ക് ജീവിതകാലത്ത് തന്നെ നമ്മുടെ ഇമാമായിക്കൊണ്ട്, നമ്മുടെ മാർഗദർശിയായിക്കൊണ്ട് ഖുർആനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കേണ്ടത് എന്നുള്ളതാണ്.
അങ്ങനെ സ്വീകരിക്കാൻ സാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം വളരെ രസകരമായിട്ട് അവനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാ പ്രതിസന്ധിയെയും എല്ലാ പ്രതിബന്ധങ്ങളെയും അവനക്ക് ഖുർആനികമായിട്ട് തിരുത്താൻ, ഖുർആൻ വെച്ച് തിരുത്താൻ, അതിനെ ചിട്ടപ്പെടുത്താൻ, അതിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കും. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് കാന ഖുൽഖുഹു ഖുർആൻ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്നുള്ളതാണ്. അഥവാ ഖുർആനികമായിട്ട് ജീവിച്ച ഒരു ചര്യ, ആ ഒരു മോഡൽ നമ്മുടെ മുമ്പിൽ റസൂൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് റസൂലിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിലേക്ക് ഇത് പകർന്നു കൊടുത്തിട്ടുണ്ട്. ഇത് നാം ഇന്ന് കാണുന്ന ഡിജിറ്റൽ രൂപത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന മറ്റ് പ്രിന്റഡ് രൂപത്തിലോ ഒന്നുമല്ല റസൂൽ കൈമാറിയിരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കൽബിൽ നിന്നും കൽബിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. ഹാർട്ട് ടു ഹാർട്ട്, ഹാർട്ടിൽ നിന്നും മറ്റൊരു ഹാർട്ടിലേക്ക് കൈമാറുകയാണ് ചെയ്തത്. ഇത് അങ്ങനെ കൈമാറാൻ നമുക്ക് സാധിക്കണം. അഥവാ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ഖുർആൻ നമുക്ക് ജീവിതം കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഖുർആനികളായി തീരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളെ മഹത്തായ വിജയമാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഖുർആനിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട്, അതിന്റെ സമീപനത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അനേകം വാതായനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വരുമെന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസൂൽ പരിചയപ്പെടുത്തിയ മാതൃക നമുക്ക് പിന്തുടരാൻ സാധിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഖുർആനികളായി തീരുന്നതിലൂടെയാണ് ഇസ്ലാമിനെ നമുക്ക് കൃത്യമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുക. അതിന് വ്യത്യസ്ത വഴികൾ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വരുന്നുണ്ട്. ആ വഴികളൊക്കെ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഖുർആനുമായിട്ട് കൃത്യമായിട്ട് അടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൽബിൽ നിന്നും കൽബിലേക്ക് നമുക്ക് ഖുർആൻ പകർന്നു കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇത് ഖുർആനിന്റെ സംരക്ഷണത്തെ പറ്റിയിട്ട്, അതിന്റെ സമീപനത്തെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആന്റെ അവതരണത്തെ പറ്റി നമ്മൾ കേട്ടവരാണ്, പഠിച്ചവരാണ്. അഥവാ ഖുർആനിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ അവതരണ പശ്ചാത്തലത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കൃത്യമായി കൊണ്ടാണ് അല്ലാഹു തആല അവതരിപ്പിക്കുന്നത്. ആ അവതരണ ഘട്ടത്തെ നമ്മൾ പഠിക്കുമ്പോൾ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി നിരക്ഷരനായ പ്രവാചകന് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ലോകത്തിന് മൊത്തം മാർഗദർശിയായി കൊണ്ട് അവതരിപ്പിക്കുന്ന ഖുർആനിന്റെ വചനങ്ങൾ ഇറക്കി കൊടുക്കുമ്പോൾ അതിന്റെ ആ ഒരു വഴി നിങ്ങൾ പരിശോധിക്കണം. അഥവാ അള്ളാഹു തിരഞ്ഞെടുത്ത ജിബ്രീൽ അലൈഹിസ്സലാം അത് റൂഹുൽ അമീൻ ആയിരുന്നു എന്നുള്ളതാണ്. അഥവാ ഏറ്റവും മഹത്താക്കപ്പെട്ട ആളുകൾ വഴിയാണ് ഇത് നമ്മിലേക്ക് ഇറക്കി തന്നിട്ടുള്ളത്. അഥവാ റൂഹുൽ അമീനിലൂടെ, ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുക്കുമ്പോൾ അത്രയും ഹൃദയശുദ്ധിയുള്ള, അത്രയും ഹൃദയ വിശാലതയുള്ള ഒരു വ്യക്തിത്വത്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കി കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഈ ഒരു പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു വഴി, ഇതിന്റെ റൂട്ട് മാപ്പ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത്രയും കൃത്യമായി കൊണ്ടാണ് ഖുർആൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഖുർആനെ മനസ്സിലാക്കാൻ സാധിക്കണം. നമുക്കറിയാം, ഇന്നും നിലനിൽക്കുന്ന 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ ഇന്നും നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും കൃത്യമായിട്ട് ഒരു മാറ്റത്തിരുത്തലുകളും ഇല്ലാതെ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത്രയും കൃത്യമായി കൊണ്ട് തന്നെയാണ് റബ്ബ് നമ്മുടെ മുമ്പിലേക്ക് ഇറക്കി തന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇത് ഞാൻ ആദ്യമായിട്ട് ഊതി വെച്ച സൂക്തങ്ങളുണ്ട്. അത് കൃത്യമായിട്ടുള്ള വാതായനത്തിലൂടെയാണ് അത് ഇറക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ സംരക്ഷണ കവചത്തെ പറ്റിയിട്ട് നമ്മുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അതിനെ സംരക്ഷിച്ചിട്ടുള്ളത് എത്രയും സുഹ്ഫും മുക്കറമയിലാണ്, ഏറ്റവും കൃത്യമാക്കപ്പെട്ടിട്ടുള്ള ഒരു സംരക്ഷണ കവചത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ സംരക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നുള്ളത്. മുസ്ലിങ്ങളെക്കാൾ അമുസ്ലിങ്ങളിൽ നിന്ന് വായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ അത്രയും ഹൃദയവിശാലതയുള്ള, അത്രയും അർത്ഥതലങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് നമ്മുടെ കൈവശം റബ്ബ് നമ്മിലേക്ക് ഇറക്കി തന്നിട്ടുള്ളത്. അതിന് നമുക്ക് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം.
അത് നമ്മുടെ കൈകളിൽ ഉണ്ടായിട്ട് നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ അടുക്കൽ നമ്മൾ ചെന്നെത്തുമ്പോ റബ്ബ് നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഖുർആനുമായിട്ട് നിങ്ങൾ എങ്ങനെ ഇടപഴകി എന്നുള്ളത്. ആ ഇടപഴകലിന് നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കണം, റബ്ബെ ഞാൻ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, അതിന്റെ പഠനങ്ങൾ ഞാൻ കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമങ്ങളുടെയൊക്കെ ഫലമായിക്കൊണ്ട് നാളെ റബ്ബിന്റെ അടുക്കൽ നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള, നമ്മുടെ മുമ്പിൽ ഒരുക്കി തന്നിട്ടുള്ള വാതായനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകളായി തീരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അത് കഴിയുമ്പോൾ മാത്രമാണ് റബ്ബ് നമ്മളെ മുമ്പിൽ പരിചയപ്പെടുത്തിയതുപോലെ നാളെ റബ്ബിന്റെ അടുക്കൽ ചെന്നെത്തുമ്പോൾ നമുക്ക് ജന്നാത്തുൽ ഫിർദൗസ് കരസ്ഥമാക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് ഇതിനെല്ലാം വഴി റബ്ബ് നമ്മുടെ മുമ്പിൽ ഒരുക്കി തന്നിട്ട് ആ വഴി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിരാശരായിട്ട് വലിയ വീഴ്ചയിലേക്കാണ് നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടു ചാടിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഖുർആനെ നമുക്ക് ആധുനികമായിട്ട് കൃത്യമായിട്ട് വായിക്കാനും അതിനെ മനസ്സിലാക്കാനും ജീവിതത്തോട് ചേർത്ത് വെക്കാനും നമുക്ക് സാധിക്കണം. അതിനുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اما بعد عباد الله ثانيا بتقوى الله. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഖുർആനികമായിട്ട് ജീവിക്കുവാനും ഖുർആൻ അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിടയിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ രോഗങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കിടയിൽ പരീക്ഷ അഭിമുഖീകരിക്കുന്ന ധാരാളം മക്കളുണ്ട്. അവരുടെ പരീക്ഷയിലൊക്കെ റബ്ബ് എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്ന മക്കളുണ്ട്. അവര് ഏറ്റവും നല്ല രീതിയിൽ സമയം ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എല്ലാവരും നടത്തണം. ആ ശ്രമങ്ങളൊക്കെ റബ്ബ് അവരിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الفردوس يا رب العالمين وأدخلنا الفردوس يا رب العالمين. اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في غزة اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في الهند. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقم الصلاة.